നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും അനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ജിലേബിയാണ് ഉണ്ടാക്കാൻ പോകുന്നതും അതും ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദോശമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് നിറയെ ദോശമാവുണ്ട്. തണുപ്പൊന്നും ഇല്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള ദോശമാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ഗ്ലാസ് മൈദയാണ്. പിന്നെ ഇതിലോട്ട് ഒരു നുള്ള് അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കളർ ഓപ്ഷണലാണ്, അല്ലെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാൻ ദോശമാവിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച്, അതായത് 1-2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തോളൂ. പിന്നെ നമുക്കിനി ഷുഗർ സിറപ്പ് വേണം. അതിനായിട്ട് ഞാൻ സെയിം ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായും 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒറ്റനൂൽ പരിവൊന്നും ആവണ്ട കേട്ടോ. നല്ല തിക്കായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ ഇതിലോട്ട് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഒറ്റനൂൽ പരുവായിട്ടില്ല കേട്ടോ. കുറച്ച് ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഈ ഷുഗർ സിറപ്പ് കട്ടിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് തിക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബാഗാണ്. ഞാൻ പാലിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കോണ് ഗ്ലാസിൻ്റെ ഉള്ളിലോട്ടായിട്ട് താഴ്ത്തി വെച്ചിട്ട് നമുക്ക് മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാവ് ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഒഴിച്ചാലും മതി കേട്ടോ. ഞാൻ മുഴുവനായിട്ട് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൂട്ടി പിടിച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് കുടുക്കി കൊടുക്കാം, പുറത്തോട്ട് വരാതിരിക്കാനായിട്ട്. ഈ ഒരു കോണാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്യുമ്പം ചെറിയ ഹോളായിട്ട് മതി കേട്ടോ കട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ മാവിങ്ങ് പുറത്തോട്ട് വന്നിട്ട് നമ്മുടെ ജിലേബി വലുതായി പോവും. ചെറിയ ഹോളായിട്ട് കട്ട് ചെയ്താൽ മതിയേ. എന്നിട്ട് നമുക്ക് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇതേപോലെ ചുറ്റിച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലോട്ട് നമ്മൾ ജിലേബിയുടെ ഒരു ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എണ്ണ മീഡിയത്തിലോട്ട് ഫ്ലെയിം മാറ്റാം. എണ്ണയുടെ ചൂട് പിന്നെ നമുക്ക് അധികം വേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോവും, അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ വേവായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ടിട്ട്, ഇളം ചൂടുള്ള ഷുഗർ സിറപ്പാണ് ഇത്. എന്നിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇതേപോലെ ഇട്ടിട്ട് ആ ഷുഗർ സിറപ്പിൽ നന്നായിട്ട് മുക്കിയെടുക്കാം. അധിക നേരം വയ്ക്കണ്ട, വച്ചാൽ നമ്മുടെ ജിലേബി അതിലോട്ട് എന്താ പറയണ്ടേ, കുതിർന്നതുപോലെ ആയിപ്പോവും. അങ്ങനെ നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള ജിലേബി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് നമ്മൾ ഇതേപോലെ ഓരോന്ന് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പം നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ചെറുത് വേണമെങ്കിൽ ചെറുതായിട്ട് 1-2 തവണ ചുറ്റിച്ചാൽ മതി. ഇതേപോലെ വലുത് വേണമെങ്കിൽ കുറേ ഒരു 3-4 തവണ ചുറ്റിച്ചെടുത്താൽ വലിയ ജിലേബി ആക്കിയെടുക്കാം നമുക്ക്. അങ്ങനെ ഓരോ തവണ ഉണ്ടാക്കി ഓൺ ദ സ്പോട്ടിന് നമ്മൾ ഷുഗർ സിറപ്പിലോട്ടിട്ട് നന്നായിട്ട് മുക്കിയിട്ട് എടുത്ത് മാറ്റി വേറൊരു ബൗളിലോട്ട് മാറ്റി വെച്ചാൽ മതി. പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറാണല്ലോ, അപ്പോൾ അത് എണ്ണയിലോട്ട് നമ്മളോട് തൊട്ടുപോകാതെ വേണം, കുറച്ച് മുകളിൽ പൊക്കി പിടിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇന്ന് നമ്മൾ വിട പറയുകയാണ്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായിട്ട്. താങ്ക് യു.